ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന 10th മെയിൻസ് പരീക്ഷ, അതുപോലെ 2027 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന LGS LD ക്ലർക്ക് പരീക്ഷകൾ, അങ്ങനെ 10ാം തരം ലെവലിലുള്ള എല്ലാ പരീക്ഷകൾക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ പൊതുവിജ്ഞാനത്തിൻ്റെ വിവിധ പോർഷനുകൾ, ഓരോ തിരഞ്ഞെടുത്ത പോർഷനുകളാണ് നമ്മൾ ഓരോ ആഴ്ചയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ 1000 ദിവസം കൊണ്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു യജ്ഞത്തിലാണ് നിങ്ങളും പങ്കാളികളായിരിക്കുന്നത്. എനിവേ, നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തു. ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രാദേശിക സമര നേതാവ് രാജ്കുമാർ ശുക്ലയായിരുന്നു ഉത്തരം. അതിൻ്റെ കണക്റ്റിംഗ് ഫാക്ട്സ്: മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം. കർഷക സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ രാജ്കുമാർ ശുക്ല 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ ചെന്നപ്പോൾ ഗാന്ധിജിയെ കാണുകയും അദ്ദേഹത്തെ ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. 2017 ഗാന്ധിജിയുടെ 100ാം വാർഷികം ആഘോഷിച്ച സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയ വർഷം 1878, 1878. അപ്പോൾ ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത്. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഈ നിയമത്തിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നതിനെ തുടർന്ന് ഗവൺമെൻറ് ഈ നിയമം പിൻവലിച്ചു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു, പിൻവലിച്ചത് റിപ്പൺ പ്രഭു. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ ഓർത്തോണം. ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് കഴ്സൺ പ്രഭു, റദ്ദാക്കിയത് ഹർഡിഞ്ച് പ്രഭു. അതുപോലെ തന്നെ പ്രാദേശിക പത്രഭാഷാ നിയമം കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു, പിൻവലിച്ചത് റിപ്പൺ പ്രഭു. 1878 കൊണ്ടുവന്നു, 1882 പിൻവലിച്ചു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് റൗലറ്റ് നിയമം പാസാക്കിയ വർഷം. റൗലറ്റ് നിയമം 1919. റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധത്തോടെയാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചത്. 1919 മാർച്ച് 18 ഡൽഹിയിലെ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസാക്കിയ നിയമ നിർമ്മാണ കൗൺസിൽ നിയമമാണ് റൗലറ്റ് ആക്ട്. കരി നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. അരാജകത്വവും വിപ്ലവാത്മകവുമായ കുറ്റകൃത്യങ്ങളുടെ നിയമം. തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന വ്യാജേന ബ്രിട്ടീഷ് പാർലമെൻറ്റ് പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തി റൗലറ്റ് നിയമം പാസാക്കുകയായിരുന്നു. ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമം ചുമത്തിയത്. അടുത്ത ചോദ്യം: ഗോറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി ആര്? താന്തിയ തോപ്പി. നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയ തോപ്പി. 1859 ഏപ്രിൽ 18 അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു. കാൺപൂരിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന്
അല്ലെങ്കിൽ 1857 കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. 1859 അവിശ്വാസികളായ ചിലർ താന്തിയ തോപ്പിയെ ബ്രിട്ടീഷുകാർക്ക് കൈമാറി. ബ്രിട്ടീഷ് കോടതി അദ്ദേഹത്തിന് മരണശിക്ഷ വിധിക്കുകയും 1859 ഏപ്രിൽ 18 ശിവപുരിയിൽ, മധ്യപ്രദേശിലെ ശിവപുരിയിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റുകയും ചെയ്തു. ഈ കൂട്ടത്തിൽ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയതാര്? ഈ അടുത്തിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സിവിൽ നിയമലംഘനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗൈഡിലിയു. ബ്രിട്ടീഷുകാർക്കെതിരെ മണിപ്പൂരിലെ നാഗാ വംശജരെ നയിച്ച സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു റാണി ഗൈഡിലിയു. ഖുദായി ഖിദ്മത്ഗർ, ദൈവസേവകരുടെ സംഘം അഥവാ ചുവന്ന കുപ്പായക്കാർ എന്ന സംഘടന സ്ഥാപിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ശ്രദ്ധിച്ചു നോക്കുന്നത് നല്ലതാണ്. സാധ്യതയുള്ള ചോദ്യം. തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാൽ ആചാരി. മറ്റ് ഓപ്ഷനുകളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC, അതിൻ്റെ സ്ഥാപകൻ ആര്? ലാല ലജ്പത് റായ്. 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപം കൊണ്ടത്. ലാല ലജ്പത് റായ്ക്കൊപ്പം NM ജോഷിയും AITUC രൂപീകരിക്കാൻ നേതൃത്വം നൽകി. AITUCയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ദിവാൻ ചമൻലാൽ. 1915 ഹോം റൂൾ പ്രസ്ഥാനം, 1919 റൗലറ്റ് സത്യാഗ്രഹം എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ദേശീയ അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടനയ്ക്ക് 1920 രൂപം നൽകിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിച്ച പത്രങ്ങൾ, പത്രാധിപർ. ചേരുംപടി ചേർക്കുക. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്, ബോംബെ ക്രോണിക്കിൾ ഫിറോസ് ഷാ മേത്ത, വന്ദേ മാതരം മാഡം ഭിക്കാജി കാമ, ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ ടാഗോർ. പത്രങ്ങളും പ്രവർത്തകരും. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് പുറത്തിറങ്ങിയ വർഷം 1821. ബോംബെ ക്രോണിക്കിൾ 1910 പുറത്തിറങ്ങി ഫിറോസ് ഷാ മേത്ത. ഇന്ത്യൻ മിറർ കൽക്കട്ടയിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ ടാഗോർ. 1862 ഇംഗ്ലീഷ് പത്രമായ ഇന്ത്യൻ മിറർ പ്രസിദ്ധീകരിച്ചത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടി. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും 8 തവണ ചർച്ച നടത്തിയ ശേഷമാണ് ഉടമ്പടി ഒപ്പുവെച്ചത്. എത്ര തവണ? 8 തവണ. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുകയും രാഷ്ട്രീയ തടവുകാരെ ഉപാധികളില്ലാതെ വിട്ടയക്കുകയും ഉടമ്പടിയിലെ പ്രധാന നിർദ്ദേശങ്ങളായിരുന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡൽഹി ഉടമ്പടി. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തെ തുടർന്ന് സിവിൽ നിയമലംഘന സമരം ഗാന്ധിജി പുനരാരംഭിച്ചത് 1932 ജനുവരി 3. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടി. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്
1947 ജൂലൈ 4-ന്. ആക്ട് പാസ്സാക്കിയത് 1947 ജൂലൈ 5-ന്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിന് ബ്രിട്ടീഷ് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചത് 1947 ജൂലൈ 18. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 15-നാണ് നമ്മുടെ സ്വാതന്ത്ര്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഡൽഹിയിലെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ 6ാമത്തെ ഭരണാധികാരിയായ ഔറംഗസേബിനെ ലോക ജേതാവ് എന്നർത്ഥമുള്ള ആലംഗീർ എന്നാണ് വിളിച്ചിരുന്നത്. അതാണ് ആദ്യ ഓപ്ഷനായ ആലംഗീർ. മുഹമ്മദ് അസം, ഷാ ആലം എന്നറിയപ്പെടുന്ന ബഹദൂർ ഷാ ഇന്ത്യയിലെ 8ാമത്തെ ചക്രവർത്തിയായിരുന്നു. ഇന്ത്യയിലെ 20ാമത്തെയും അവസാനത്തെയും മുഗൾ ചക്രവർത്തിയായിരുന്നു ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹം പ്രശസ്തനായ ഒരു ഉറുദു കവി കൂടിയായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട 10ഓളം ചോദ്യങ്ങൾ, അവയുടെ അനുബന്ധ വിവരങ്ങൾ, വ്യത്യസ്തമായ മറ്റ് ഓപ്ഷനുകൾ, ഇവയൊക്കെ ചർച്ച ചെയ്താണ് നമ്മൾ മുന്നോട്ട് വന്നത്. അടുത്ത ദിവസം ബാക്കി പോർഷനുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.